റെനയും തമ്മിലുള്ള ആ വിഷയം ബിഗ് ബോസിനകത്ത് ഭയങ്കരമായിട്ട് കത്തിപ്പടരുന്നുണ്ട്. ആ വിഷയത്തെ എല്ലാവരും ഏറ്റേറ്റ് പിടിച്ച് രാവിലെ മുതൽ തന്നെ ഇത് തന്നെയാണ് വിഷയം. അങ്ങനെ രാവിലത്തെ ചർച്ചയിൽ പിന്നെ ആര്യൻ സോറി പറയുന്നുണ്ട്. രണ അന്നേരം അത് ഏറ്റെടുക്കുന്നുണ്ട്. ഇപ്പൊ രണ പറയുന്നു എനിക്ക് സോറി എനിക്ക് വേണ്ട, ഞാൻ ഏറ്റെടുത്തിട്ടില്ലെന്ന് പറയുന്നു. അപ്പൊ ആ വിഷയത്തെ ആര്യനാന്ന് ന്യായീകരിക്കുകയാണ്. ഈ ആര്യൻ ചെയ്യുന്ന വലിയൊരു തെറ്റാണ്. ആര്യന്റെ കയ്യിൽ നിന്ന് വന്നു പെട്ടു എന്നാൽ ആര്യൻ ഒന്നും മിണ്ടാതിരി. പക്ഷേ ആര്യൻ പല പല വിഷയങ്ങൾ പറഞ്ഞ് ഈ വിഷയത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. താൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് ഒന്ന് പേടിപ്പിക്കാൻ, അല്ലെങ്കിൽ നമുക്കത് കാണുമ്പോൾ അറിയാൻ പെട്ടെന്നുള്ള ഒരു ഇതാണ്. പക്ഷെ അങ്ങനെ കിടക്കാൻ പാടില്ല. ആ രീതിയിലാണ് പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിനെ ന്യായീകരിക്കാൻ നോക്കുന്നിടക്കും തോറും ആര്യൻ ഇവിടെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ആര്യൻ അന്നേരം എടുത്തിരുന്ന എന്തോ, നീ മുമ്പ് എൻ്റെ കൂടെ കിടന്നിട്ടില്ലയോ, നീ ഞങ്ങളുടെ കൂടെ ബെഡിൽ വന്നിരുന്നിട്ടില്ല, അന്നില്ലാത്ത പ്രശ്നം നിനക്കെന്താ? അത് മാത്രമല്ല, രാത്രി 1 മണിക്ക് ഒരു ചെറുക്കന്റെ ബെഡിൽ ഒരു പെണ്ണ് വന്ന് കിടന്നാൽ എടുത്ത് എന്തോ പറഞ്ഞു വിടണ്ടേ എന്ന് പറയുന്നുണ്ട്. അതേ കണക്ക് തന്നെ ആദ്യമേ നിവിനാണ് അവിടെ കിടക്കുന്നത്. നിവിന് എന്നാലും ഒരു ചവിട്ട് കൊടുക്കുന്ന നിവിൻ എഴുന്നേറ്റ് പോകുന്നുണ്ട്. രണ വന്നപ്പോൾ എന്നാ ആര്യൻ എഴുന്നേറ്റ് മാറ് എന്ന് പറയുന്നില്ല. നേരെ പുറത്തോട്ട് കിടക്കാൻ ഒരു ശ്രമമാണ് നടത്തുന്നത്. എന്നിട്ട് ആര്യൻ ഇവിടെ പറയുന്നത്, ഞാൻ മാറാൻ പറഞ്ഞിട്ട് അവള് മാറിയില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വിഷയം ഉണ്ടാക്കിയത് എന്ന് പറയുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതെല്ലാം കിടക്കുന്ന ബിന്നി മാത്രമേ ഉള്ളൂ. ബിന്നിക്ക് മാത്രമേ സത്യാവസ്ഥ അറിയത്തുള്ളൂ. വേറെ ആർക്കും അറിയത്തില്ല. ഈ കാര്യം കറക്റ്റിന് അറിയാൻ പറ്റാത്ത പലരും അവിടെ കിടന്ന് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് മൊത്തം കുളവാക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ബിന്നി മാത്രമാണ് ഇത് കണ്ടത് കൊണ്ടും ബിന്നി ഇതിൽ സ്ട്രോങ് ആയിട്ട് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടും എല്ലാവരും പറയുന്നത് ബിന്നിയാണ് ഇതിനെ കുത്തിത്തിരിപ്പുണ്ടാക്കി ഇതിനെ വെളിയിൽ കൊണ്ടുവന്ന് കൂടുതൽ ഇഷ്യൂ ആക്കാൻ ശ്രമിക്കുന്ന ബിന്നിയാണെന്ന് ബിഗ് ബോസിനകത്ത് മിക്കവാറും എല്ലാവരും പറയുന്നുണ്ട്. ആര്യനെ പിന്നെ എല്ലാവരും വിശ്വസിക്കുമല്ലോ. സർവ്വ മനുഷ്യരും ആര്യനെ ഇവിടെ ആര്യനെതിരായിട്ട് അനുമോൾ പലതവണ പറയുന്നുണ്ട്. അനുമോൾ ഇന്ന് തന്നെ എത്രയോ തവണ പറഞ്ഞെന്നറിയാം. ആര്യന്റെ പെരുമാറ്റം, അല്ലെങ്കിൽ അവൻ സംസാരിക്കുന്നത്, ഡബിൾ മീനിങ് പറയുന്നത് ഒക്കെ ചെവിയിൽ നടന്നു പോകുമ്പോൾ ചെവിക്കിഴി വന്ന് ഡബിൾ മീനിങ് പറയുമെന്ന്. അതിപ്പം ബിന്നി പറയുന്നുണ്ട്, രണ പറയുന്നുണ്ട്, ഈ അനുമോളും പറയുന്നുണ്ട്. അപ്പൊ ഇത്രയൊക്കെ വിഷയം ഉണ്ടായ ഈ ആര്യനെ വീണ്ടും ഈ ബിഗ് ബോസിനകത്ത് വെച്ചിരിക്കേണ്ട ആവശ്യം, എന്തെങ്കിലും ഒരു താക്കീത് കൊടുക്കണ്ടേ? ലാലേട്ടൻ എല്ലാ തവണയും വന്നിട്ട് ഓരോ കാര്യത്തിന് പറഞ്ഞ് ഓരോരുത്തരെ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ കഴിഞ്ഞ എപ്പിസോഡാന്നേലും അരങ്ങ് എപ്പിസോഡാന്നേലും മുനിയന്റെ വിഷയത്തിനാന്നേലും എല്ലാം പുതപ്പിനിടയിലെ വിഷയത്തിനാന്നേലും ലാലേട്ടൻ ഭയങ്കരമായിട്ട് ഇവര് വഴക്ക് പറയുന്നുണ്ട്. ആ ലാലേട്ടൻ എന്തുകൊണ്ട് വന്ന് ഈ ഡബിൾ മീനിങ്ങിന്റെ കാര്യം തുടക്കം മുതലേ പറയുന്നുണ്ട് ബിഗ് ബോസിനകത്ത്. എന്തുകൊണ്ട് ഈ ആര്യനെ വിലക്കുന്നില്ല, ആര്യൻ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് വിലക്കുന്നില്ല. പക്ഷെ ലാലേട്ടൻ അത് മാത്രം അവിടെ ചെയ്യുന്നില്ല. ഇതിപ്പം പരാതി ഈ ആര്യന് വളരെ നെഗറ്റീവായിട്ട് മാറും പുറത്ത്. അമ്മാതിരി ഒരു അലിഗേഷനാ ഇപ്പൊ ആര്യന് നേരെ വന്നിരിക്കുന്നത്. അത് മാത്രമല്ല, എപ്പിസോഡിനകത്ത് എല്ലാവരും കണ്ടു കഴിഞ്ഞു. പക്ഷെ അതത്രയ്ക്ക് പിന്നെ പെട്ടെന്നുള്ള ഒരു എന്നാലും അത് തെറ്റാണ്. മനസ്സിലായി. നമ്മള് പെട്ടെന്ന് ഇപ്പൊ രണയ്ക്ക് തന്നെ അന്നേരം അത് ഫീൽ ചെയ്തില്ല. പിന്നീടാണത് പിന്നെ പറയുമ്പോഴാണ് രണയ്ക്കത് ഫീൽ ചെയ്യുന്നത്. പക്ഷെ അത് തെറ്റാണ്. അത് കാണുമ്പോ തന്നെ നമുക്കത് മനസ്സിലാവും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. എന്തൊരു വൃത്തികേടാണത്. അത് പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഒരു ഇതിലൂടെ അല്ല ചെയ്യുന്നത്. പക്ഷെ ആ ഒരു സീന് ഇപ്പൊ നമ്മള് സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ ഇറങ്ങുന്നുണ്ട്. ആ ഒരു സീൻ കാണുമ്പോ തന്നെ നമുക്ക് ഒരു അയ്യേ എന്ന് തോന്നുന്നില്ലേ? അത്രയും